നമസ്കാരം. പ്രേമരാജൻ പുന്നാട്. അപ്പോൾ ഈ പയ്യന്നൂരുമായി ബന്ധപ്പെട്ടിട്ട് വീഡിയോ ചെയ്താൽ, മസൂദിനെതിരെ വീഡിയോ ചെയ്താൽ തട്ടിക്കളയുന്നു എന്നോട് ചില കോണുകളിൽ നിന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊന്നല്ല വീഡിയോ ചെയ്യാതിരിക്കുന്നത്. തട്ടിക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നേരത്തെ മരിക്കുന്നതിൽ സന്തോഷം മാത്രമുള്ള ഒരാളാണ് ഞാൻ. ആ അവസ്ഥയിലാണല്ലോ. അതുകൊണ്ട് അതിൽ പേടിച്ചിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത, ചാനലുകളിൽ വന്ന വാർത്തയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതി നിന്നതാണ്. പക്ഷെ അപ്പോഴാണ് ജില്ലാ സെക്രട്ടറിയുടെ ഒരു മറുപടി വന്നത്. അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തതാണ്, മാധ്യമങ്ങൾ വെറുതെ വാർത്ത കൊടുക്കുന്നതെന്നു. ജില്ലാ സെക്രട്ടറി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെയ്യാതിരുന്നതാണ്. പക്ഷേ പയ്യന്നൂരിൽ ഈ കാലങ്ങളിൽ സംഭവിക്കുന്നത് ഒട്ടും പാർട്ടിക്ക് നല്ലതല്ല, ആശ്വാസമുള്ളതല്ല. ഓരോ സംഭവങ്ങൾ വരുന്നതിലൂടെ നിരവധിയായ ആളുകൾ പയ്യന്നൂരിൽ നിന്ന് മാത്രമല്ല, ജില്ലയിൽ നിന്ന് മാത്രമല്ല, കേരളത്തിലുടനീളം പാർട്ടിയിൽ നിന്ന് അകന്നു പോവുകയും പാർട്ടിയെ വെറുക്കുകയും ചെയ്യുന്നുണ്ട്. അത് സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും മനസ്സിലാക്കാഞ്ഞിട്ടാണോ, അല്ല ഇനി അറിഞ്ഞിട്ടും അറിയാത്ത പോലെ ചിലരെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്ന് അറിയില്ല. പയ്യന്നൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ടു. വി കുഞ്ഞികൃഷ്ണൻ വിജയിച്ചു. അയാളെ ബൈക്ക് വിട്ടാൽ പറയാ. ഇനി അദ്ദേഹം ചെയ്യുന്നതൊക്കെ UDFൻ്റെ ഭാഗമാണ്. ആ നിലയിലാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ മൈൻഡ് ചെയ്യേണ്ട, പുച്ഛിച്ച് അവജ്ഞയോടെ തള്ളിക്കളഞ്ഞ് അദ്ദേഹത്തിൻ്റെ വഴിയെ പോയി നമ്മൾ നമ്മുടെ സംഘടനാ പ്രവർത്തനവുമായി മുമ്പോട്ട് പോവുകയല്ലാതെ ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയക്കുന്നു, അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതിയിൽ സ്വാഭാവികമായിട്ടും ഇലക്ഷനിൽ പരാജയപ്പെട്ടാൽ എല്ലാവരും പോകുന്നതാണ്. പക്ഷെ അതൊരു വാർത്തയാക്കി എന്തോ കുഞ്ഞികൃഷ്ണനെ അപായപ്പെടുത്താവുന്ന രീതിയിൽ അദ്ദേഹം ജനകീയ കോടതിയിൽ ജനങ്ങളാൽ വിധിയെ കൽപ്പിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട MLA ആണ്. ഇനി ഒന്നുകിൽ അദ്ദേഹം സ്വയമേവ മരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ കോടതി അയോഗ്യനാക്കണം, അല്ലെങ്കിൽ രാജിവെക്കണം. അല്ലാതെടുത്തോളം കാലം അദ്ദേഹം അവിടെ നോക്കൂ, അവിടെ 1000-500 വോട്ടിന് പലരും ജയിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല പുള്ളി ജയിച്ചത്. 5,000-8,000 വോട്ടിന് ഭൂരിപക്ഷത്തിലാണ് അങ്ങനത്തെ ഒരു പ്രദേശത്ത്. പിന്നെയും ഇപ്പോൾ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ മാർച്ചുണ്ടായി. രാവിലെ വക്കീൽ നോട്ടീസ് അയച്ചു. ഈ വക്കീൽ നോട്ടീസ് അയക്കുന്നതും അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ പോകുന്നതും സംസ്ഥാന കമ്മിറ്റിയുടെ അറിവില്ലാതെ, ജില്ലാ കമ്മിറ്റിയുടെ അറിവില്ലാതെ, അനുവാദമില്ലാതെ പോകാൻ പറ്റില്ല. പാർട്ടി അതിന് സമ്മതം കൊടുത്തിട്ടല്ല, മൗനാനുവാദമല്ല, ക്ലിയർ അനുവാദം കൊടുത്തിട്ടുള്ളത്. ഇത് സമൂഹത്തിൻ്റെ മുമ്പിൽ ചർച്ച വരുമ്പോഴൊക്കെയും ആളുകളെല്ലാം മറന്ന് പാർട്ടിയാണ് വലുത് എന്നുള്ള നിലയിൽ പാർട്ടിയുമായി സഹകരിച്ച് മുമ്പോട്ട് പോകാം എന്ന നിലയിൽ പയ്യന്നൂർ ഉൾപ്പെടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ നിൽക്കുമ്പോൾ പുട്ടിന് തേങ്ങയിടുന്നത് പോലെ ഇടയ്ക്കിടെ നിങ്ങളിങ്ങനെ ഹൈക്കോടതി പോകുന്നു, പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുന്നു, രക്തസാക്ഷി ഫണ്ട്, ഇത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പിന്നെ വാർത്ത വരുന്നത്. അതിങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കും, ജനങ്ങളിൽ അരോചകത്വം ഉണ്ടാക്കും, ജനങ്ങൾ വെറുപ്പുളവാക്കുകയാണ് ചെയ്യുക. അല്പം ചെറിയ ആളുകൾ നിങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നിങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ചില ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ കിട്ടിയ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഇവിടെ അവസാനിപ്പിച്ച് ഇപ്പോൾ രക്തസാക്ഷി ഫണ്ട് അത് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇലക്ഷൻ്റെ സമയത്ത് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വിട്ടപ്പോൾ അതിനകത്ത് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് ഒരു ഇതുണ്ട്, കുട്ടികൾ കുലച്ചിൽമേൽ തൂറിയ പോലെ എന്നാണ് പറയുക. കുട്ടികൾ കുലച്ചിൽമേൽ എന്ന് പറഞ്ഞാൽ ഈ തെങ്ങിൻ്റെ കൊല ഉണ്ടാകുന്ന സാധനമുണ്ട് എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് ഇങ്ങനെ താഴെ മൊത്തത്തിൽ പെരങ്ങി ആ അവസ്ഥയിലുണ്ടാവുക എന്നതുപോലെ ഇത് ഒന്നിൻ്റെ മുകളിൽ ഒന്നിലേക്ക് നിങ്ങൾ കൂടുതൽ പ്രയാസപ്പെടുകയോ അല്ലെങ്കിൽ അപകടത്തിലാകുക എന്നല്ലാതെ നിങ്ങളിത് ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ജനങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഇതിനകത്ത് ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഒഞ്ചിയവും വടകര നിയോജക മണ്ഡലവും പാർലമെൻറ്റ് മണ്ഡലവും ഒലിച്ചു പോയതുപോലെ ഇന്ന് KK രമ കൈയടക്കി വെക്കുന്ന പോലെ വി കുഞ്ഞികൃഷ്ണൻ്റെ കയ്യിൽ തന്നെയാവും പയ്യന്നൂർ മണ്ഡലം. ഈ വിഷയത്തെ നിങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളഞ്ഞ് ഇതിന് പൊതുമധ്യത്തിൽ ചർച്ച വരുത്താത്ത രീതിയിൽ അങ്ങനെ അങ്ങ് മുമ്പോട്ട് കൊണ്ടുപോയാൽ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയും. പിന്നെ മധുസൂദനൻ എന്ന് പറയുന്ന ആളെ സംരക്ഷിക്കുന്നത് തന്നെ പാർട്ടിക്ക് അത് ദോഷകരമായി ബാധിക്കും. അത് ഞാൻ മറ്റൊരു വീഡിയോ ആയി വരാം.
അപ്പം അതുകൊണ്ട് ഇതിങ്ങനെ ഇന്നിപ്പോൾ കെ രാഗേഷിൻ്റെ പ്രസംഗങ്ങളുണ്ടായിരുന്നു. വീണ്ടും രാഗേഷിൻ്റെ എന്താ പറയുക, ഒന്നും പറയാതിരിക്കുന്നത് നല്ലത്, പോട്ടെ, അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ കെ രാഗേഷ്, സഖാവ് കെ രാഗേഷ് പ്രസംഗിച്ചതിൽ ചെറുപുഴയിൽ നടന്ന DYFI യൂത്ത് ബ്രിഗേഡിൻ്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. മറ്റ് പല പ്രവർത്തനങ്ങൾ സുധാകരനെ ആക്രമിച്ചത് ഒക്കെ ശ്ലാഘനീയമാണ്, അതിനൊന്നും തെറ്റു പറയുന്നില്ല. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ ആരോപണ വിധേയമായിട്ട് ഒരു രക്തസാക്ഷി ഫണ്ട്, രക്തമല്ല ഓഫീസ് ഫണ്ട്, അതുപോലെ തന്നെ ചതുപ്പ് നിലം, തെരഞ്ഞെടുപ്പ് ഫണ്ട്, ഇങ്ങനെ നിരവധിയായ ഒരു ഘോഷയാത്ര തന്നെ ആരോപണങ്ങളുടെ സാമ്പത്തിക ക്രമക്കേട് നിൽക്കുന്ന ഒരാളെ നിങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. അദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്താൻ പോലും പറ്റുന്നില്ല. അത് മാറ്റി നിർത്താത്തിടത്തോളം കാലം ജനങ്ങൾക്ക് പിന്നെ അതിൽ എന്താ പറയേണ്ടത്, പ്രയാസമുണ്ട്. ജനങ്ങൾക്ക് നിങ്ങളോട് അതിൽ പ്രയാസം ഉണ്ട്. അത് പൊതുവിൽ രേഖപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്തി തന്നത് ഒരു 2 തവണ. അത് വൈശാഖനിലൂടെയും വി കുഞ്ഞികൃഷ്ണനിലെയും. എന്നിട്ടും പഠിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? അപ്പം ഈ പൊതുസമൂഹത്തിൻ്റെ മധ്യത്തിൽ ഈ ചർച്ച അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് കേരളത്തിലുടനീളം, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ, പ്രത്യേകിച്ച് പയ്യന്നൂരിൽ ഒരു ഒഞ്ചിയം പോലെ, വടകര പാർലമെൻറ്റ് പോലെയായി മാറും. പാർട്ടിക്ക് ഇത് മനസ്സിലാകാനായിട്ടാണോ അല്ലെ ഇനി മറ്റെന്തെങ്കിലും ഇതുകൊണ്ട് സംരക്ഷിക്കുവാൻ വേണ്ടിയാണോ എന്ന് മനസ്സിലാകുന്നില്ല. വി കുഞ്ഞികൃഷ്ണൻ MLA ആണ്, ജനങ്ങൾ തിരഞ്ഞെടുത്ത CPM-കാർ തിരഞ്ഞെടുത്ത MLA ആണ്. അവരുടെ പങ്കുണ്ട് അതിനകത്ത് നിന്ന്. പാർട്ടി തന്നെ പറഞ്ഞല്ലോ പയ്യന്നൂരെ പ്രശ്നം അതീവ ഗുരുതരമാണ്, കേന്ദ്ര കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ വാർത്ത വന്നു, പയ്യന്നൂർ ഏരിയ കമ്മിറ്റി വിട്ടുകൊണ്ടാണ് എന്ന്. പയ്യന്നൂർ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടാലെന്ന് അവിടുത്തെ പ്രശ്നം തീരില്ല. ഇതിൽ മുന്നേ ഒരുക്ക ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് TV രാജേഷ് ഏരിയ സെക്രട്ടറി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ തീർന്നോ? വർദ്ധിക്കുകയേ ചെയ്തിട്ടുള്ളൂ. പയ്യന്നൂർ ഏരിയ കമ്മിറ്റി മാത്രമല്ല, പയ്യന്നൂരിൽ നിന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും പിരിച്ചുവിടണം. പയ്യന്നൂരിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. സന്തോഷം, സത്യപാലും, കൃഷ്ണാട്ടൻ ഉൾപ്പെടെയുള്ള കുറേ ആളുകളുണ്ട്. അവരെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു കമ്മിറ്റി വന്നാലേ അവിടെ രക്ഷപ്പെടുള്ളൂ. അല്ലാത്തിടത്തോളം കാലം കനലൊരു തരി മതി എന്ന് പറഞ്ഞ പോലെ അത് കിളുത്ത് വന്നുകൊണ്ടേയിരിക്കും. അവിടെ പ്രശ്നങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കമ്മിറ്റി പിരിച്ചുവിട്ട് പുതിയ കമ്മിറ്റി വരണം, ജില്ലാ കമ്മിറ്റിയിലുള്ള ആളുകളെയും മാറ്റണം. അല്ലാതെ ഒന്നും പയ്യന്നൂർ ഒരു രക്ഷയുണ്ടാവില്ല. വിഭാഗീയത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പയ്യന്നൂർ മണ്ഡലം കുഞ്ഞികൃഷ്ണൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ നാളെ മറ്റേതെങ്കിലും UDFൻ്റെ സ്ഥാനാർത്ഥി നിന്ന് അവരെ കയ്യിലെത്തും. അല്ലെങ്കിൽ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കണം. കാരണം ഇത് പിന്നെ നമ്മളെ നാട്ടിൽ കുട്ടികൾ തീട്ടം തൊട്ട പോലെ എന്നുള്ള അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഇപ്പോൾ വക്കീൽ നോട്ടീസിൽ വന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വിട്ട് വക്കീൽ നോട്ടീസൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ അത് എപ്പോൾ തീരുമാനമാകുന്ന കാര്യമാണ്. വക്കീൽ നോട്ടീസ് വന്നാൽ അതിനൊരു മറുപടി കൊടുത്തു. ഇനി നിയമ പോരാട്ടങ്ങളായിരിക്കും. കോടതി ഏത് കാലത്താണ് അത് പരിശോധിക്കുന്നത്? ആ കാലഘട്ടത്തിൽ കുഞ്ഞികൃഷ്ണേട്ടൻ ജീവിച്ചിരിപ്പുണ്ടാവുമോ എന്ന് തന്നെ സംശയമായിരിക്കും. അതിവേഗ കോടതി ഒന്നും ഇത് പരിഗണിക്കില്ലല്ലോ. അപ്പോൾ ഇത് വെറുതെ ഒരു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ, ഞാൻ കട്ടിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിന്നെ ആളുകളെ ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പരിശ്രമം നടത്തുന്നതെങ്കിൽ നിങ്ങൾ ഈ ചർച്ച പൊതുസമൂഹത്തിൽ കൊണ്ടുവരാതിരിക്കാൻ, വാർത്തയാകാതിരിക്കാൻ ഇതിൻ്റെ മേലുള്ള കേസും പരിപാടി നിർത്തി അദ്ദേഹത്തെ അവജ്ഞയോടെ തള്ളിക്കളഞ്ഞിട്ട് സംഘടനാ പ്രവർത്തനവുമായിട്ട് മുമ്പോട്ട് പോയി ആ നിലയിൽ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കിയാൽ, അല്ലാതെ ഒരു കുഞ്ഞികൃഷ്ണനോടും പുരുഷോത്തമനോടും വെല്ലുവിളിച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളും നിങ്ങൾക്കെതിരായി മാറും. അത് ഈ കേരളം ഒറ്റയ്ക്ക് മാറും. എല്ലാവരും പ്രതികരിക്കാതിരിക്കുന്നു എന്നതുകൊണ്ട് അത് പിന്നെ എല്ലാവരും നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് ചിന്തിക്കാൻ പാടില്ല. കൂടെ നിന്നവരടക്കം തൽക്കാലം നിങ്ങളൊക്കെ മുമ്പിൽ ഈ കണ്ട ആൾക്കാരെല്ലാം നിങ്ങളുടെ കൂടെ അന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഇലക്ഷൻ വോട്ടെണ്ണീറ്റ് റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ പറയും BJP ആണ്, കോൺഗ്രസിൻ്റെ ആണെന്നൊക്കെ. BJPയും കോൺഗ്രസും എല്ലാവരും ഒത്തുപിടിച്ചാലും 8,000 വോട്ടിനൊന്നും വിജയിക്കാൻ, അല്ലെങ്കിൽ 10,000 വോട്ടിനൊന്നും കുഞ്ഞികൃഷ്ണൻ വിജയിക്കാൻ ഉള്ള സാഹചര്യമുള്ള മണ്ണല്ല പയ്യന്നൂർ. മാത്രമല്ല, ഇത് പയ്യന്നൂർ മാത്രമാണ് ഈ പോരാട്ടം നടക്കുന്നത്. വേറെ 2 റിബലായിട്ട് ജയിച്ച സ്ഥാനാർത്ഥികളുണ്ട്, അവർക്കൊരു പ്രശ്നമില്ല. പക്ഷേ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന MLA ഒറ്റയ്ക്ക് പൊരുതുന്നുമുണ്ട്. കാരണം അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ഇത് വെറുതെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇത് പിന്നെയും അത് പിന്നെ ചർച്ചയാക്കുന്നതും പിന്നെയും അതിൻ്റെ മേളിൽ തന്നെ കടിച്ചു തൂങ്ങി മുമ്പോട്ട് പോകാൻ നിൽക്കുന്നതും അത് ഈ പാർട്ടിക്ക് ദോഷം ചെയ്യാനാണ്. ഒരു നന്മയുണ്ടാകില്ല, അത് ഉറപ്പാണ്. ഇപ്പോൾ എന്നെ ചീത്ത പറയാൻ കുറേ ആൾക്കാർ വരും.
നിൻ്റെ ഉപദേശം വേണ്ട, നീ മറ്റേതാ മറിച്ചതാന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. ഇത് പാർട്ടിക്ക് ഗുണം ചെയ്യുകയില്ല. ഈ ചർച്ച അവസാനിപ്പിച്ച് ഈ നിലയിലുള്ള പരിപാടികൾ, ഭീഷണിപ്പെടുത്തൽ, ഇപ്പോൾ പയ്യന്നൂരിനെതിരെ വീഡിയോ ചെയ്താൽ തട്ടിക്കളി എന്നുള്ള ഭീഷണി, വീഡിയോ ചെയ്താൽ പോലും. അപ്പോൾ അങ്ങനെയുള്ള ആ സിസ്റ്റം ഒഴിവാക്കിയിട്ട് ആരോപണ വിരുദ്ധരെ തൽക്കാലം മാറ്റി നിർത്താനൊക്കെ പറ്റുന്നതിന് പ്രശ്നം എന്താണ്? അപ്പോൾ അതുകൊണ്ട് പണ്ട് PK ശശിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ വാദിച്ച് സംരക്ഷിച്ച് നിന്നതാണ്. ലാസ്റ്റ് PK ശശി മൂഞ്ചിച്ചു പോയി എന്ന് പറയേണ്ടി വരും. അങ്ങനെ പോയി. P ശശിക്കും ഇതേപോലെ പ്രശ്നം ഉണ്ടായിരുന്നു. വളരെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന അധികായകനുള്ളതുകൊണ്ട് അവിടെ ഒരു പിന്നെ ഇടപെടലുണ്ടായി. ഇത് ഇങ്ങനെ കൂടുതൽ സംരക്ഷിച്ച് നിർത്തിയിട്ട് അന്ന് ആ PK ശശിയെ സംരക്ഷിച്ചപ്പോൾ ഒരു പറ്റം പിന്നെ ആളുകൾ പാർട്ടിയിൽ നിന്ന് മാറിപ്പോയി. DYFIയുടെ നല്ല ചെറുപ്പക്കാർ പോയി, തീവ്രതയുടെ അളവുകോലൊക്കെ കൊണ്ടുവന്നിട്ട്. ഇപ്പം എന്തായി? PK ശശി എവിടെയാ? അപ്പോൾ ഇപ്പം നിലവിലുള്ള അണികളെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പിടിച്ചു നിർത്താൻ, ഇതിൻ്റെ കൂടെ നിർത്താൻ, ഈ പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് ചതുപ്പ് നിലവും ഓഫീസ് ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും അഖിലേന്ത്യാ കമ്മിറ്റിയും ഇടപെട്ട് നിർത്തിച്ച് അതിനെതിരെ ഇങ്ങനെ ഇടയ്ക്കിടെ കോടതിയിലും പിന്നെ കേസും അതും ഇതുമായിട്ട് പോകുന്നത് ഒഴിവാക്കിയിട്ട് അടുത്ത സംഘടനാപരമായ കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പയ്യന്നൊരു പാർട്ടിക്ക് നിലനിൽപ്പുണ്ടാവും. അല്ലെങ്കിൽ മറ്റൊരു ഒഞ്ചിയം, ഒരു വടകര നിയമസഭാ മണ്ഡലം എന്നുള്ള നിലയിലേക്ക് വരും. പാർലമെൻറ്റ് ഏതാണ്ട് കാസർഗോഡ് പോയി. പാർലമെൻറ്റ് വടകര പോലെ തന്നെയായി. വടകര മണ്ഡലവും പോയി, വടകര പാർലമെൻറ്റും പോയി എന്നതുപോലെ ഇപ്പം വടകര പിന്നെ കാസർഗോഡ് സീറ്റും പോയി, പയ്യന്നൂർ സീറ്റും പോയ അവസ്ഥയിലാണ്. അടിവേര് അറ്റുകിടക്കുകയാണ്. ഇത് വീണ്ടും കിളുത്ത് വരണമെങ്കിൽ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിച്ച് മറ്റ് വഴികളിലേക്ക് പോയില്ലെങ്കിൽ, പയ്യന്നൂരെ പാർട്ടിയിൽ വലിയ അഴിച്ചുപണി നടത്തിയിട്ടില്ലെങ്കിൽ കേരളത്തിലുടനീളം ഇതിൻ്റെ അലകൾ ഉണ്ടാകും. പയ്യന്നൂർ അത് ഗുരുതരമാകും എന്ന് മാത്രമേ പറയാനുള്ളൂ.